My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 338ാമത്തെ എപ്പിസോഡിൽ ഓറം ആഴ്സനിക്കം എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സാണ് വരുന്നത്. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, ഗർഭാശയ ക്യാൻസർ, കരളിനെ ബാധിക്കുന്ന വളരെ വ്യത്യസ്ത തരത്തിലുള്ള വളരെ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഔഷധം കവർ ചെയ്യുന്നുണ്ട്. അത് ജനറൽസ് യോജിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ജീവന് ഭീഷണി ഉയർത്തുന്ന വ്യത്യസ്തമായ നിരവധി പ്രശ്നങ്ങളെ ഈ ഔഷധം സുഖപ്പെടുത്തും. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഹെപ്പറ്റൈറ്റിസ് റൈവിനസ്, വളരെ അമിതമായ വിശപ്പ്, ഭക്ഷണത്തോടുള്ള താല്പര്യം, അതേസമയം അതിൻ്റെ എതിർ ലക്ഷണമുണ്ട്. ആവേർഷൻ ടു ഫുഡ്, ആഹാരത്തോട് മടുപ്പ്, വല്ലാതെ വിശപ്പ്, ചിലപ്പോൾ കഴിക്കുമ്പോൾ ആഹാരം വേണ്ട എന്നുള്ള അവസ്ഥ. ഈ ആവേർഷൻ ചില സവിശേഷമായ ചില ഭക്ഷ്യവസ്തുക്കളോടുണ്ട്. ടു മീറ്റ്, മാംസഭക്ഷണത്തോട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളിൽ മാംസഭക്ഷണത്തോട് അനിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ കാര്യമായ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ടാവും. ഡിസയേഴ്സ് ആൽക്കഹോളിക് സ്റ്റിമുലൻസ്, ബ്രെഡ്, കോഫി, കോൾഡ് ഡ്രിങ്ക്സ്, മിൽക്ക്. അപ്പോൾ മോഹം ഉള്ളത് രണ്ട് കാര്യങ്ങൾ നല്ലതല്ല. ലഹരി പദാർത്ഥങ്ങൾ, ഉത്തേജക ദ്രവ്യങ്ങൾ, കാപ്പി, പിന്നെ ബ്രെഡ്, തണുത്ത പാനീയങ്ങൾ, പാല്. ഡിസ്റ്റൻഷൻ, എംപ്റ്റിനെസ് ആൻഡ് ബിറ്റർ ഇറക്റ്റേഷൻസ്. അപ്പോൾ ഈ ഇഷ്ടമുള്ളതായാലും അനിഷ്ടമുള്ളതായാലും ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ, പാനീയങ്ങൾ, ഭക്ഷ്യപാനീയങ്ങൾ വയറിൽ വീർത്തുകെട്ടലുണ്ടാക്കും. കയ്പ് രുചിയുള്ള തികട്ടലുണ്ടാക്കാം. നോസിയ വിത്ത് ഹെഡ് ഏക്ക്, ഓക്കാനം വരലും ഒപ്പം തലവേദനയും. ഹൈക്ക് ഓഫ്, എക്കിള്, പെയിൻ സ്റ്റൊമക്ക്, വയലൻറ്റ്, ബേണിംഗ്, കട്ടിങ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ്. അപ്പോൾ വയറുവേദന ഏതാണ്ട് എല്ലാ തരത്തിലും ഉണ്ട്. എക്സ്ട്രീം തേഴ്സ്റ്റ്, അങ്ങേറ്റത്തെ ദാഹം. വോമിറ്റിംഗ്, ബൈൽ, പിത്തരസം ഛർദ്ദിച്ച് കളയുന്നു. അട്രോഫി ഓഫ് ദ ലിവർ, കരള് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യം. സൂപ്പറേറ്റിംഗ് ബ്യൂബോ ഇൻ ഗ്രോയിങ്, അരക്കെട്ടിൽ ലിഫ് ഗ്രന്ഥികൾ വീർത്ത് അതിൽ പഴുപ്പ് വരുന്ന ഒരു വളരെ മോശമായ ഒരവസ്ഥ. ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ, അടിവയറ് വീർത്ത് കെട്ടുന്നു. എൻലാർജ് ലിവർ, അപ്പോൾ കരൾ ചുരുക്കുന്നു, അതേസമയം കരൾ വലുതാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ വൈറ്റാൽ ഈ വ്യക്തിയിലുള്ള അല്ലെങ്കിൽ ഓറം ആഴ്സനിക്കം പേഷ്യൻറ്റിലുള്ള വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റ് കരളിനെ ബാധിച്ചിട്ട് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പലതരത്തിലാകാം. ചുരുങ്ങിപ്പോകലും വലുതാകലും ആകാം. പക്ഷേ അത് പരസ്പര വിരുദ്ധമാണല്ലോ, കോൺട്രാഡിക്റ്റഡ് ആണല്ലോ എന്ന് വിചാരിക്കണ്ട. കാരണം അതിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായ ഡിറേഞ്ച്മെൻറ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പലതരത്തിലാവുന്നതേ ഉള്ളൂ. അതിനത്തരത്തിൽ ഹോമിയോപ്പതിയിൽ നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ. ഫുൾനെസ് ആൻഡ് ഗ്രേറ്റ് ഫ്ലാറ്റ്ലൻസ്, വല്ലാതെ കീഴ്വായി പോകുന്നു, വയറ് വീർത്ത് കെട്ടിയിരിക്കുന്നു. ഹാർഡനിങ് ഓഫ് ദ ലിവർ, കരള് കട്ടിയാവുന്ന അവസ്ഥയുണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് ന്യൂമറസ് ലിവർ കണ്ടീഷൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ചുരുങ്ങല്, വലുതാകല്, കട്ടിയാകല്, അത് മാത്രമല്ല ന്യൂമറസ് കണ്ടീഷൻസ്, നിരവധി പ്രശ്നങ്ങൾ, കരളിൻ്റെ പ്രശ്നമുള്ള നിരവധി അവസ്ഥകൾ കരളിൽ ഉണ്ടാകുന്നുണ്ട്. ഇച്ചിങ് ഓഫ് ദ സ്കിൻ ഓഫ് ദ അബ്ഡമൻ, അടിവയറ്റിലെ തൊലിയിൽ ചൊറിച്ചിൽ. പെയിൻ ഇൻ അബ്ഡമൻ, അടിവയറിൽ വേദന. നൈറ്റ് കോളിക്, രാത്രിയിലുണ്ടാകാം, അത് കോളിക്കി ആയിട്ടുള്ള പെയിൻ ആകാം. ഓൺ കോഫിങ്, ചുമ വരാൻ നേരത്ത് വേദന വരാം. ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വരാം. ഡ്യൂറിങ് മെൻസസ്, ആർത്തവ സമയത്ത് വയറുവേദന. വാം തമീർ റൈറ്റ്സ്, ഇവിടെയൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട മൊഡാലിറ്റി ചെറിയ ചൂട് പിടിക്കുന്നതുകൊണ്ട് ആ വേദനയ്ക്ക് ശമനമുണ്ട്. ഇനി റൈറ്റ് ഹൈപ്പോകോൺട്രിയം, അടിവയറിൻ്റെ വലതുവശത്ത് വേദന. ഇൻഗ്യൂനൽ റീജിയൻ, തുടയും വയറും തമ്മിൽ അടിവയറും തമ്മിൽ ചേരുന്ന ഭാഗത്ത്. ക്രാമ്പിങ്, വലിച്ചു കോച്ചുന്ന തരത്തിൽ. കട്ടിങ് ഇൻ റൈറ്റ് ഹൈപ്പോകോൺട്രിയം, നേരത്തെ ഹൈപ്പോകോൺട്രിയത്തിൽ അടിവയറിൻ്റെ വലതുഭാഗത്ത് വേദന പറഞ്ഞു, ഇവിടെ വെട്ടുന്ന പോലുള്ളൊരു വേദന വലതുവശത്ത് തന്നെ. സോർണസ് ഇൻ അബ്ഡമൻ, അടിവയറിൽ ഒരു നൊമ്പരം. ഇൻ ഹൈപ്പോഗാസ്ട്രിയം, കീഴ്വയർ, പൊക്കിളിന് കീഴെയുള്ള ഭാഗത്ത്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ഹൈപ്പോകോൺട്രിയ, അടിവയറിൻ്റെ ഇരുഭാഗത്തും തുന്നുന്ന പോലെ, കുത്തുന്ന പോലെ, സൂചിക്ക് കുത്തുന്ന പോലുള്ള വേദന. ഇൻ ഹൈപ്പോഗാസ്ട്രിയം, അതേ വേദന
പൊക്കിളിൻ്റെ അടിഭാഗത്ത് അടിവയറ്റിലുമുണ്ട്, കീഴ്വയറ്റിലുമുണ്ട്. റംബ്ലിംഗ് ഇൻ അബ്ഡോമിൻ, അടിവയറ്റിൽ ഇങ്ങനെ ഇരക്കൽ, ഇരമ്പം, ഉരുണ്ട് കയറ്റം എന്നൊക്കെ പറയില്ലേ. സ്വെല്ലിംഗ് ഓഫ് മെസൻട്രി ഗ്ലാൻസ്, വയറിനുള്ള കുടലിനെയൊക്കെ ഉദരവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിലെ ഗ്രന്ഥികളിലൊക്കെ വീക്കം. ഇൻജുനൽ ഗ്ലാൻസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടയും അടിവയറും യോജിക്കുന്ന ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ വീക്കം. കോൺസ്റ്റിപ്പേഷൻ ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ, മലബന്ധവും വയറിളക്കവും മാറി മാറി വരുന്നു. ഡയറിയ ഇൻ മോർണിംഗ് നൈറ്റ്, പ്രഭാതത്തിലും രാത്രിയിലും വയറിളക്കം. ഒഫൻസീവ് ഫ്ലാറ്റസ്, കീഴ്ശ്വാസം, കീഴ്വായു പോകുമ്പോൾ വളരെ ദുർഗന്ധം. ബ്ലീഡിംഗ് ഫ്രം ഏനസ്, മലദ്വാരത്തിൽ നിന്നും രക്തസ്രാവം. എക്സ്റ്റേണൽ പൈൽസ്, പൈൽസ് വന്നിട്ട് ബാഹ്യമായ പുറം ഭാഗത്തും പൈൽസ് ഉണ്ടാകുന്നു. മോയ്സ്ചർ ഓഫ് ദ ഏനസ് ഒക്കെ പൈൽസ് രോഗികളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളാണ്. മലദ്വാരത്തിൻ്റെ പുറത്തൊക്കെ എപ്പോഴും നനവുണ്ടാകുക, ഈർപ്പമുണ്ടാകുക, അതിരുന്ന് വ്രണമാകും ചിലരിൽ. പെയിൻ ഇൻ ദ ഏനസ്, ഏനസിന് വേദന. ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന നടത്തുമ്പോൾ മലദ്വാരത്തിന് വേദന. ബേണിംഗ് പെയിൻ ഇൻ ഏനസ് വിത്ത് ഡയറിയ, ഏനസിൽ പൊള്ളുന്ന വേദന ഒപ്പം വയറിളക്കവും. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, മലശോധന ഉണ്ടാകുമ്പോഴും മലശോധനയ്ക്ക് ശേഷവും പൊള്ളുന്ന വേദന. സോർനസ് ആൻഡ് സ്റ്റിച്ചിങ് പെയിൻസ്, നൊമ്പരവും കുത്തുന്ന പോലുള്ള വേദനയും. ഹേർജിങ് ഇൻ ദ റെക്ടം ആൻഡ് പ്രൊലാപ്സിസ് ഏനൈ, അപ്പോൾ മലദ്വാരം പുറത്തേക്ക് തള്ളി വരുന്നു. സ്റ്റൂൾ കോപ്പിയസ് ഗ്രീൻ, ഗ്രീൻ മ്യൂക്കസ്, ഹാർഡ്, നോട്ടി, ലാർജ്, ഒഫൻസീവ്, തിൻ. അപ്പോൾ മലത്തിന് പലതരത്തിലുണ്ടാകാം. അമിതമായിട്ട് വരാം, പച്ചനിറത്തിൽ വരാം, പച്ചനിറത്തിലെ കഫത്തോട് വരാം, കട്ടിയായിട്ട് വരാം, കട്ടകൾ പോലെ വരാം, വലുതായിട്ട് വരാം, ദുർഗന്ധമുണ്ടാകാം, നേർത്തതാകാം, കട്ടി കുറഞ്ഞതാകാം. റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം പോകാതെ കെട്ടി നിൽക്കുന്നു. ഏർജിങ് കോൺസ്റ്റൻറ്റ്, എപ്പോഴും മൂത്രമൊഴിക്കുന്നത് ശങ്ക. ഇൻഎഫക്ച്വൽ, പക്ഷേ പോകുന്നില്ല. യൂറിനേഷൻ ഡ്രിബ്ലിംഗ്, തുള്ളി തുള്ളി പോലെ പോകാം. ഡിസ്യൂറിയ, മൂത്രമൊഴിക്കുമ്പോൾ വേദന. ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്, രാത്രിയിൽ അറിയാതെ മൂത്രം പോകുന്നു. സെൽഡം, വല്ലപ്പോഴും മാത്രം പോകുന്നു. അൺസാറ്റിസ്ഫാക്ടറി, മൂത്രം പോയാലും അതുകൊണ്ടൊരു മൂത്രശങ്ക തീർത്തതിൻ്റെ ആ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല. സപ്രഷൻ ഓഫ് യൂറിൻ, മൂത്രം പോകാതെ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇൻഫ്ലമേഷൻ ഇൻ യുറേത്ര വിത്ത് ബേണിംഗ്, യുറേത്രയിൽ വീക്കം, പൊള്ളല്. യൂറിൻ ആൽബുമിനസ്, ബ്ലഡി, ബേണിംഗ്, ക്ലൗഡി ഓൺ സ്റ്റാൻഡിംഗ്, റെഡ്, കോപ്പിയസ്, ഒഫൻസീവ്, സ്കാൻഡി, മ്യൂക്കസ് സെഡിമെന്റ്, സാൻഡ്, തിക്ക്, വാട്ടറി. അപ്പോൾ മൂത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധപ്പെട്ട ഡിറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ട്. ആൽബ്യൂമിൻ കടന്നാകാം, രക്തം കടന്നു വരാം, പൊള്ളലുണ്ടാകാം, എടുത്തു വയ്ക്കാൻ നേരത്ത് മേഘപടലം പോലെ രൂപപ്പെടാം, ചുവന്ന നിറം വരാം, അമിതമായി വരാം, ദുർഗന്ധം വരാം, കുറച്ച് വരാം, കഫം അടിഞ്ഞു വരാം, മൂത്രത്തിൽ മണ്ണടിഞ്ഞ പോലെ വരാം, മൂത്രം കട്ടിയായി വരാം, വെറുതെ വെള്ളം പോലെയാകാം. മൂത്രത്തിലും എല്ലാത്തിലും ഡിറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാഡറിലും വൃക്കകളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് പീനിസ്, പീനിസിന്റെ അഗ്രഭാഗത്ത് വീക്കം. ടെസ്റ്റസ്, വൃഷണങ്ങൾ വീക്കം. സോർ പെയിൻ ഇൻ ടെസ്റ്റസ്, ടെസ്റ്റസിൽ വൃഷണങ്ങളിൽ നൊമ്പരം. പെർസ്പിറേഷൻ ഓഫ് ജെനിറ്റൽസ്, ലൈംഗിക അവയവങ്ങളിൽ അവിടെ മാത്രമായിട്ട് വിയർപ്പ് വരുന്നു. സ്വോളൻ ടെസ്റ്റസ്, വൃഷണങ്ങൾ വിങ്ങിയിരിക്കുന്നു. അൾസേഴ്സ് ഓൺ ദ പീനിസ്, പീനിസിൽ വ്രണങ്ങൾ വരുന്നു. ഷാങ്കേഴ്സ് വരുന്നു. നമ്മൾ നേരത്തെ സിഫിലിസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് സുഖപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയൊക്കെയാണ് ഈ കാണുന്നത്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ക്യാൻസർ ഓഫ് യൂട്രസ്, ഗർഭാശയ അർബുദത്തിന് വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണിത്. ദ ഡിസയർ ഈസ് ഇൻക്രീസ്ഡ്, ലൈംഗികാഭിനിവേശം വർദ്ധിക്കുന്നു. ഇറപ്ഷൻസ് ഇൻ ദ വോൾവ, ലൈംഗികാവയത്തിൽ പരുക്കളുണ്ടാകുന്നു, കുരുക്കളുണ്ടാകുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ഓവറീസ് ആൻഡ് യൂട്രസ്, അണ്ടാശയങ്ങളിലും ഗർഭപാത്രത്തിലും വീക്കം. ഇച്ചിങ് ഓഫ് ദ വോൾവ, ലൈംഗികാവയത്തിൽ ചൊറിച്ചിൽ. ലുക്കേറിയ, ആക്രിഡ്, കോപ്പിയസ്, തിക്ക്, വൈറ്റ്, യെല്ലോ. വെള്ളമൊക്കെ പല നിറത്തിലും ദ്രവിപ്പിക്കുന്ന തരത്തിലും ഒക്കെ ഉണ്ടാകാം, അമിതമായിട്ടുണ്ടാകാം, കട്ടിയായിട്ടുണ്ടാകാം, വെള്ള നിറം, മഞ്ഞ നിറമൊക്കെ വരാം. മെൻസസ് ആബ്സെൻറ്റ്, കോപ്പിയസ്, ടു ഫ്രീക്വൻറ്റ്, സ്കാൻഡി, സപ്രസ്. ആർത്തവവും എല്ലാ തരത്തിലും കുഴപ്പമുണ്ട്. ആർത്തവം ഇല്ലാതിരിക്കാം, അമിതമായി വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം, വളരെ ചുരുങ്ങിയ തരത്തിൽ വരാം, ആർത്തവം വരാതെ സപ്രസ്ഡ് ആകാം. പെയിൻ ഓവറീസ് ആൻഡ് യൂട്രസ്, നേരത്തെ നമ്മൾ കണ്ടു, അണ്ടാശയങ്ങളിലും ഗർഭാശയത്തിലും വീക്കമുണ്ടെന്ന് കണ്ടു, അവിടെ വേദനയുണ്ട്. ബേണിംഗ് ഇൻ വോൾവ, അപ്പോൾ സ്ത്രീകളുടെ ലൈംഗിക അവയവം ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. പൊള്ളല്, പരുക്കള്, വേദനയൊക്കെ ഉണ്ട്. പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ട്.
മ്യൂക്കസ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, സ്വനവേടകത്തിലും ശ്വാസവേടകത്തിലും ഒക്കെ കഫമെന്ന് പറയുന്നു. ഹോഴ്സ്നെസ്, അപ്പോൾ ശബ്ദത്തെ ബാധിക്കുന്നു, പരിവർത്ത ശബ്ദം ഉണ്ടാകുന്നു. റെസ്പിറേഷൻ ഇസ് റാപ്പിഡ്, ശ്വസനം വളരെ വേഗത്തിലാകുന്നു. ആസ്മാറ്റിക് അറ്റ് നൈറ്റ്, രാത്രിയിൽ ആസ്മ ബാധിച്ചതുപോലുള്ള ശ്വസനം. ഡിഫിക്കൽട്ട് അറ്റ് നൈറ്റ്, രാത്രിയിൽ ശ്വസനം പ്രയാസം. ഓൺ അസെൻഡിങ്, കയറ്റം കയറുമ്പോൾ പ്രയാസം. വൈൽ ലൈയിങ് ആൻഡ് വൈൽ വാക്കിംഗ്, കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ ആസ്മാറ്റിക് ആയിട്ടുള്ള അവസ്ഥ. ആസ്മയുടെ എല്ലാ അവസ്ഥകളെയും ഔഷധം കവർ ചെയ്യുന്നുണ്ട്. ഇറഗുലർ, ഷോർട്ട്, സഫക്കേറ്റീവ്, ക്രമം തെറ്റി വരുന്നത്, ശ്വാസത്തിൻ്റെ ചുരുങ്ങിയ ശ്വാസം മുട്ടൽ. കോഫ് മോർണിംഗ് നൈറ്റ് ഇൻ കോൾഡ് എയർ, ഡ്രൈ അറ്റ് നൈറ്റ്, ഷോർട്ട് സ്പാസ്മോഡിക് അറ്റ് നൈറ്റ്. ചുമയും പ്രഭാതത്തിലുണ്ട്, രാത്രിയുണ്ട്, തണുത്ത വായുണ്ട്. രാത്രിയിൽ വരണ്ട ചുമ, ചെറിയ ഒറ്റ ചുമകൾ, സ്പാസ്മോഡിക്, എന്നിട്ട് ചുമ നിരന്തരമായി നിലയ്ക്കാതെയുള്ള ചുമ വരുന്നു. എക്സ്പെക്ട്രേഷൻ, മോർണിംഗ്, ഈവനിങ്, ബ്ലഡി, മ്യൂക്കസ്, ഒഫൻസീവ്, പ്യൂർലൻറ്റ്, ടേസ്റ്റിംഗ്, സ്വീറ്റിഷ്, ടഫ്, യെല്ലോ. അപ്പോൾ കഫം എല്ലാ തരത്തിലും പോവും. പ്രഭാതത്തിൽ, സന്ധ്യയ്ക്ക് രക്തം കലർന്നത്, കഫം, ദുർഗന്ധമുള്ളത്, അമിതമായിട്ട് മധുര രുചിയുള്ള കഫം, മഞ്ഞ നിറത്തിൽ. ഇറ്റ്സ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ഹാർട്ട് അഫെക്ഷൻസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലും ഏറ്റവും അധികം ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നാണത്. ആൻജൈന പെക്ടോറിസ്, ആങ്സൈറ്റി ഇൻ ചെസ്റ്റ്, ഇൻ ദ ഹേർട്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഹൃദയ പ്രശ്നങ്ങളും വരുന്നു. നെഞ്ചിൻ്റെ ഭാഗത്ത്, ഹൃദയത്തിലൊക്കെ വല്ലാത്ത ഉത്കണ്ഠ, വേദന, കൺസ്ട്രക്ഷൻ ഓഫ് ചെസ്റ്റ്, നെഞ്ചിങ്ങനെ ഇടുങ്ങി അടഞ്ഞിരിക്കുന്നത് പോലെ, ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗം അടഞ്ഞിരിക്കുന്ന പോലെ, ഇടുങ്ങിയിരിക്കുന്ന പോലെ. ഫ്ലട്ടറിങ് ഓഫ് ഹാർട്ട്, ഹൃദയം ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നു. ഹീറ്റ് ഇൻ ചെസ്റ്റ്, നെഞ്ചിൽ ചൂട്. ഒപ്രഷൻ ഓഫ് ചെസ്റ്റ്, നെഞ്ച് ഇങ്ങനെ വിമ്മിയിരിക്കുന്ന പോലെ. ഫ്രം റാപ്പിഡ് മോഷൻ, വേഗത്തിൽ നടക്കുമ്പോൾ ഈ പ്രശ്നം വരും. മെല്ലൈങ്, കിടക്കുമ്പോൾ ഉണ്ടാകും. വൈൽ വാക്കിംഗ്, നടക്കുമ്പോൾ ഉണ്ടാകും. ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്തുണ്ടാകും. പെയിൻ ഇൻ ചെസ്റ്റ് ഓൺ കോഫിംഗ്, ഓൺ ഇൻസ്പിറേഷൻ, ഇൻ സൈഡ്സ് ഓഫ് ചെസ്റ്റ് ഓൺ ഇൻസ്പിറേഷൻ. അപ്പോൾ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ, ചുമക്കുമ്പോൾ ഒക്കെ നെഞ്ചിൽ വേദന, നെഞ്ചിൻ്റെ രണ്ട് വശങ്ങളിലും വേദന. ഇൻ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് വേദന. ബേണിംഗ് ഇൻ ചെസ്റ്റ്, നെഞ്ചിൽ പൊള്ളൽ. പ്രസ്സിങ് ഇൻ ചെസ്റ്റ്, നെഞ്ചിൽ ഞെക്കുന്ന പോലെ. ഇൻ സ്റ്റേർണം, നെഞ്ചിലെ അസ്ഥിയിൽ വേദന. ഇൻ ഹേർട്ട്, ഹൃദയത്തിൽ ഞെക്കുന്ന പോലുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ചെസ്റ്റ് ഓൺ ഇൻസ്പയറിങ്, ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ നെഞ്ചിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദന. ഇൻ സൈഡ്സ്, ഇൻ സ്റ്റേർണം, വശങ്ങളിൽ, നെഞ്ചിലെ അസ്ഥിയിൽ. ഇൻ ഹാർട്ട്, ഹൃദയത്തിൽ കൊണ്ട് കുത്തുന്ന പോലെ വേദന. അപ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഔഷധം ഓറം ആഴ്സനിക്കം കവർ ചെയ്യുന്നുണ്ട്. പാൽപിറ്റേഷൻ അറ്റ് നൈറ്റ്, രാത്രിയിൽ നെഞ്ചിടിപ്പ്. ആങ്ഷ്യസ്, ഉത്കണ്ഠാകുലമാകുന്നു. ഓൺ ലീസ്റ്റ് എക്സേർഷൻ, ചെറിയൊരു അധ്വാനം മതി നെഞ്ചിടിപ്പ് കൂടുന്നു. ഡ്യൂറിങ് മെൻസസ്, ആർത്തവകാലത്ത്. ഓൺ മോഷൻ, നടക്കുമ്പോൾ. ടുമിൾട്ടസ്, വല്ലാതെ ഇങ്ങനെ ആളായിട്ട് ഒലക്കുന്ന തരത്തിൽ. ഓൺ വാക്കിംഗ്, നടക്കുമ്പോൾ. ട്രംബ്ലിംഗ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൽ വിറയൽ പോലെ വരുന്നു. ഹൃദയത്തിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. വീക്ക് ഹാർട്ട്, ദുർബലമായ ഹൃദയം. കോൾനെസ് ഇൻ ദ ബാക്ക്, പിൻഭാഗം, മുതുക് തണുത്തിരിക്കുന്നു. പെയിൻ ദ ബാക്ക് ഓൺ ഇൻസ്പിറേഷൻ, ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ പിന്നിൽ വേദന. ഇൻ ലംബാർ റീജിയൻ, സാക്രം, സ്പൈൻ, പ്രസിംഗ് പെയിൻ ലുംബാർ റീജിയൻ, സോറൻ ലുംബാർ റീജിയൻ, സ്റ്റിച്ചിങ് ഇൻ ലുംബാർ റീജിയൻ. അപ്പോൾ മുതുകുമായിട്ട് ബന്ധപ്പെട്ട് തണ്ടല് വേദന, നട്ടല് വേദന എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. വീക്ക്നെസ് ഇൻ ലുംബാർ റീജിയൻ. ചിൽബ്ലൈൻസ് ഇൻ ദ ഫീറ്റ് ആൻഡ് ടോസ്, കാലിലും കാൽവിരലുകളിലും വീക്കം, ഓരോരോ ബിന്ദുക്കളിലായിട്ട്, ഓരോ സ്പോട്സിലായിട്ട് വീക്കം വരുന്നു. കോൾഡ് ഹാൻഡ്സ്, ഐസി കോൾഡ് ലെഗ്സ്, ഫീറ്റ് ഡ്യൂറിങ് ഹെഡ് ഏക്ക്, തലവേദനയുടെ സമയത്തൊക്കെ കൈകാലുകളൊക്കെ മഞ്ഞുപോലെ തണുത്തിരിക്കുന്നു. ബ്ലൂനെസ് ഓഫ് നെയിൽസ്, നഖം നീലിക്കുന്നു. ഹൃദയത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ നഖങ്ങളുടെയും ചുണ്ടിൻ്റെയൊക്കെ നീലിക്കൽ പറയാറുണ്ടല്ലോ, ത്വക്കിൻ്റെയൊക്കെ നീലിക്കൽ. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഔഷധം കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഹെവിനെസ് ഓഫ് അപ്പർ ലിംസ്, കൈകളിൽ ഭാരം. ഓൺ ഫീറ്റ്, കാലുകളിൽ ഭാരം. ഇച്ചിങ് ഓഫ് ലിംസ്, കൈകാലുകളിൽ ചൊറിച്ചിൽ. പാംസ്, കയ്യിൽ ചൊറിച്ചിൽ. ലോവർ ലിംസ്, ഫീറ്റ്, കാൽപാദത്തിലൊക്കെ ചൊറിച്ചിൽ. നംബ്നെസ് ഓഫ് ലിംസ്, കൈകാലുകളിൽ മരവിച്ചൊരവസ്ഥ. ഡ്യൂറിങ് റെസ്റ്റ്, വെറുതെ ഇരിക്കുമ്പോൾ. അപ്പർ ലിംസ്, ലോവർ ലിംസ്. പെയിൻ ഇൻ ലിംസ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് ചിൽ. നിരവധി ലക്ഷണങ്ങൾ ലിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇൻ ജോയിൻസ്, ഗോട്ടി, റൊമാറ്റിക് വാണ്ടറിങ്. ഇൻ അപ്പർ ലിംസ്, ഷോൾഡേഴ്സ്, റൊമാറ്റിക് ഫോറാം, നീസ്, ഹീൽ, ഏക്കിംഗ് ഇൻ ലെഗ്സ്, ബേണിംഗ് ഇൻ ടോസ്.
എല്ലാ ഭാഗങ്ങളിലും വേദന, നീറ്റല്, ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. ഡ്രോയിങ് പെയിൻ ഇൻ ലിംസ്, അപ്പർ ആംസ്, നീസ്, ഫീറ്റ്. Gnawing pain in legs, stitching pain in limbs, in shoulders, in wrist, knee, foot, tearing pain in limbs, elbow, wrist, fingers, thighs, shoulders, പെയിൻലെസ് പാരലിസിസ് ഓഫ് ലിംസ്, കൈകാലുകളിൽ വേദനയില്ലാത്ത തരത്തിൽ തളർച്ച. സെൻസേഷൻ ഓഫ് പാരലിസിസ് ഇൻ ഫിംഗേഴ്സ്, വിരലുകൾ തളർന്നു പോയ പോലത്തെ ഒരു അനുഭവം, വിരലുകളിൽ ബലം കിട്ടുന്നില്ല. റെസ്റ്റ്ലെസ് ഓഫ് ലിംസ്, കൈകാലുകളിലെ അസ്വസ്ഥത. ഇൻ ലോവർ ലിംസ്, സ്റ്റിഫ്നെസ് ഓഫ് ദ ജോയിൻസ്, സന്ധികൾ ഇറുകിയിരിക്കുന്ന പോലെ. ഓഫ് ലോവർ ലിംസ്, ഓഫ് നീസ്, സ്വെല്ലിംഗ് ഓഫ് ദ ജോയിൻസ്, ഡ്രോപ്സിക്കൽ സ്വെല്ലിംഗ് ഓഫ് ലിംസ്, കൈകാലുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി വീർത്തിരിക്കുന്ന പോലെ. ഫോറാം ആൻഡ് ഹാൻഡ്, ലോവർ ലിംസ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്, അൾസറേഷൻ ഓഫ് നെയിൽസ്, നഖങ്ങളിൽ വ്രണങ്ങൾ വരുന്നു. വീക്ക്നെസ് ഓഫ് ജോയിൻസ്, സന്ധികളിലൊക്കെ ക്ഷീണം. ഓഫ് അപ്പർ ലിംസ്, ലോവർ ലിംസ്, നീസ്. ഡീപ് കമാറ്റോ സ്ലീപ്പ്, ഉറക്കം ഇങ്ങനെ ബോധം കെട്ട പോലുള്ള ഉറക്കം, അഗാധമായ ഉറക്കം. ഡ്രീംസ് അമോറസ്, ആങ്ഷ്യസ്, ഓഫ് ഡെഡ് പീപ്പിൾ, ഓഫ് ഡെത്ത്, ഫ്രൈറ്റ്ഫുൾ, വിവിഡ്, റെസ്റ്റ്ലെസ് സ്ലീപ്പ്, സ്ലീപ്പിംഗ് ഇൻ ആഫ്റ്റർനൂൺ. സ്വപ്നങ്ങളും എല്ലാ തരത്തിലും ഉണ്ട്, ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. ലൈംഗികമായ സ്വപ്നങ്ങൾ, മരിച്ചവരെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നത്, വൈവിധ്യമുള്ളത്, അസ്വസ്ഥമായ ഉറക്കം, ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഉറക്കം തൂങ്ങൽ. സ്ലീപ്ലെസ്നെസ് ബിഫോർ മിഡ് നൈറ്റ്, അർദ്ധരാത്രി പോകുമ്പോൾ ഉറക്കമില്ല. ആഫ്റ്റർ മിഡ് നൈറ്റ്, അർദ്ധരാത്രി കഴിയുമ്പോൾ ഉറക്കമില്ല. ആഫ്റ്റർ വേക്കിംഗ്, ഇടയ്ക്ക് ഉറങ്ങുക, പിന്നെ ഉറക്കമില്ല. അൺറെഫ്രഷ്ഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിന് ശേഷം റെഫ്രഷ്ഡ് അല്ലാത്ത തരത്തിൽ തോന്നൽ. വേക്കിംഗ് ടു ഏർലി, വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു. വേക്കിംഗ് ഫ്രീക്വൻ്റ്, ഇടക്കിടക്ക് ഉറക്കമുണ്ടായിരുന്നു. കോൾഡ്നെസ് ഇൻ ഈവനിങ്, സന്ധിക്ക് തണുപ്പ്. അറ്റ് നൈറ്റ് ഇൻ ബെഡ്, രാത്രി കിടക്കാൻ നേരത്ത് തണുക്കുന്നു. ആകെ ഒരു തണുപ്പനാണ്, തണുപ്പത്തിയാണ്. ചിലിനെസ് വെൻ അൺഡ്രസ്സിങ്, വസ്ത്രം മാറാൻ നേരത്ത് കുളിര് വരുന്നു. ഷേക്കിംഗ് ചില, ആളെ ഇട്ട് ഒലക്കുന്ന തരത്തിലുള്ള കുളിര്. ഫീവർ അറ്റ് നൈറ്റ്, രാത്രിയിൽ പനി. ബേണിംഗ് ഹോട്ട് ഇൻ ബ്ലഡ് വെസൽസ്, രക്തക്കൊള്ളുകൾ, അതിൽ നമുക്ക് ആ പൊള്ളുന്ന ചൂട് അനുഭവപ്പെടും. ഇന്ത്യൻ സീഡ്സ്, അവേർഷൻ ടു അൺകവറിങ്, വസ്ത്രം മാറാൻ അല്ലെങ്കിൽ പുതപ്പ് മാറ്റാനൊക്കെ മടി. പെർസ്പിറേഷൻസ് ഇൻ മോർണിംഗ്, പ്രഭാതത്തിൽ വിയർപ്പ്, അസാധാരണ സമയമാണ് പ്രഭാതത്തിൽ വിയർക്കുക. ഇൻ നൈറ്റ്, രാത്രിയിൽ വിയർക്കുക. പ്രൊഫ്യൂസ്, അമിതമായ വിയർപ്പ്. അവേർഷൻ ടു അൺകവറിങ്, വസ്ത്രം മാറുന്നതിന്, പുതപ്പ് ആവരണങ്ങൾ മാറുന്നതിനോട് മടി പൊതുവേ ഉണ്ട്. ബേണിംഗ് സ്കിൻ, തൊലിയിൽ പൊള്ളൽ. അറ്റ് ടൈംസ് മാർക്ഡ് കോൾനെസ് ഇൻ സ്കിൻ, ചില സമയത്ത് തൊലിയിൽ വല്ലാതെ തണുപ്പ്. ഡിസ്കളറേഷൻ, നിറവ്യത്യാസം. ബ്ലൂ ലിവർ സ്പോട്ട്സ്, സ്പോട്ട്സ് യെല്ലോ, നീല നിറത്തിൽ, നമ്മൾ നേരത്തെ കണ്ട് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട്. കരളിൻ്റെ നിറത്തിലുള്ള സ്പോട്ട്സ് നിരവധി പേർക്ക് വരുന്നുണ്ട്. അതിനെയൊക്കെ പരിശോധിച്ച് വലിയ വലിയ വായിൽ കൊള്ളാത്ത പേരുകളൊക്കെയാണ് ഇതിനൊക്കെ പറയുന്നത്. നമ്മൾ എത്രയോ ഔഷധങ്ങൾ ഈ ലിവർ കളർ സ്പോട്ട്സിനെയും ഡിസ്കളറേഷനെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. മഞ്ഞ നിറത്തിലുള്ള സ്പോട്ട്സ്, ഇറപ്ഷൻസ്, ബ്ലിസ്റ്റേഴ്സ്, ബോയിൽസ്, ബേണിംഗ് എക്സീമ, ഹെർപ്പസ്, പെയിൻഫുൾ, പിമ്പിൾസ്, സോറിയാസിസ്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സ്കിൻ പ്രശ്നങ്ങളും വരുന്നുണ്ട്. സോറിയാസിസ്, ബോയിൽസ്, സ്കാബി, സ്കെയിലി, ചിദംബരം പോലുള്ള വരുന്നു. ബ്രാൻ ലൈക്ക്, തവിട് പോലെ. സ്മാർട്ടിങ്, സിഫ്ലിറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിന്നിൽ. അർട്ടിക്കേരിയ, ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥ. വെസൈക്കുലർ എറിസ്പിലാസ്, ഫോർമിക്കേഷൻ, ഇച്ചിങ് സെൻസിറ്റീവ്, സോർ ഫീലിംഗ് ഇൻ സെൻസ്, തൊലിയിലാകെ ഒരുതരം നൊമ്പരം, തൊലി പൊളിഞ്ഞു പോയൊക്കെ പോലുള്ള തോന്നല്. ഡ്രോപ്സിക്കൽ സ്വെല്ലിംഗ് ഓഫ് സ്കിൻ, തൊലിയിൽ വെള്ളം കെട്ടി വീർത്തിരിക്കുന്ന പോലെ. ടെൻഷൻ സ്കിൻ, തൊലിയിൽ വലിച്ചില്. അൾസേഴ്സ്, ബ്ലൂയിഷ്, ബേണിംഗ്, ക്യാൻസറസ്, തൊലിയിൽ അർബുദത്തിൻ്റെ അവസ്ഥയും. അർബുദവുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഭാഗങ്ങൾ വരുന്നുണ്ട്. ഡീപ്പ് ഡിസ്ചാർജിങ്, ആഴത്തിലുള്ള വ്രണങ്ങൾ, അതിൽ നിന്ന് സ്രവങ്ങൾ വരുന്നു. ഗ്രീൻ ഇക്കോറസ്, ഒഫൻസീവ്, യെല്ലോ പസ്, പച്ച നിറത്തിൽ മഞ്ഞ നിറത്തിലുള്ള പസ്. ഫിസ്റ്റുലസ്, ഫോൾ, ഇൻഡുറേറ്റഡ്, പെയിൻഫുൾ, സെൻസിറ്റീവ്, സൂപ്പറേറ്റിംഗ്, സിഫിറ്റി. അപ്പോൾ തൊലിയുടെ അവസ്ഥ ഒന്നും പറയാനില്ല. അർബുദം മുതൽ ചിദംബൽ വരെ എല്ലാം അതിലുണ്ട്. വാട്സ് ദാറ്റ് ആർ സിഫിലിറ്റി കേസിലുള്ള വാട്സ്, അരിമ്പാറകൾ, എന്തൊക്കെ വൈവിധ്യമാർന്ന ലക്ഷണങ്ങളാണുള്ളത്. ഹൃദയമായിട്ടും ആന്തരികാവയവങ്ങളുമായിട്ടും തൊലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, മനസ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്രയോ ലക്ഷണങ്ങളാണ് ഇതിൽ വരുന്നത്. കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ അധികം സൗഖ്യം നമ്മൾ രോഗികൾക്കുണ്ടാകും. നന്നായിട്ട് ഈ ഔഷധത്തെക്കുറിച്ച് പഠിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാം. ഓറം മ്യൂറിയാറ്റിക്കം, വളരെയധികം ആഴത്തിൽ പ്രവർത്തിക്കുന്നതൊരു ഔഷധമാണ് ഓറം മ്യൂറിയാറ്റിക്കം. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.